എനിക്ക് ആ കുട്ടീൻ്റെ മുഖം കാണുമ്പോൾ എൻ്റെ ലാമിനെ എനിക്ക് ഓർമ്മ വരുന്നത്. ലാമിൻ്റെ മേത്ത് ഒരു കൊതുക് അടിച്ചാൽ എനിക്ക് സഹിക്കൂല. ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റത് അത്ര സുഖമുള്ള വാർത്തയൊന്നും കേട്ടല്ല. രാവിലെ ഏകദേശം 5 മണിക്ക് ഞാൻ ഫോൺ എടുത്ത് യൂട്യൂബ് തുറന്ന സമയത്ത് കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മനസാക്ഷിയുള്ള എല്ലാവരുടെയും ചങ്ക് പൊടിയുന്ന രീതിയിലുള്ള വാർത്തയാണ്. എല്ലാവരും കണ്ടു കാണും. 3 വയസ്സായ ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ പാലത്തു നിന്ന് എടുത്തിട്ട് താഴേക്ക് വെള്ളത്തിലേക്ക് പുഴയിലേക്ക് എറിഞ്ഞു. ആ കുഞ്ഞ് മരിച്ചുപോയി. പക്ഷെ ഇത് ഇന്നലെ രാത്രിയോടുകൂടി കുട്ടീനെ കാണാതായി എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ന്യൂസ് വന്നത്. ഈ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു, കുട്ടീനെ കാണുന്നില്ല എന്ന്. ഏകദേശം 3 മണിയോടുകൂടി ഈ കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ട് പോയി. അംഗൻവാടി ടീച്ചറുടെ മൊഴി അനുസരിച്ച് അമ്മയാണ് കുഞ്ഞിനെ കൂട്ടാൻ വന്നത്. അമ്മ കൂട്ടിക്കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും അമ്മമാർ വന്നു കഴിഞ്ഞാൽ ടീച്ചർമാർ വിടാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, ഈ ലോകത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കൈ എന്ന് പറയുന്നത് സ്വന്തം അമ്മമാരുടേതായിരിക്കും അല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ എത്ര വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു മടിയില്ല കുട്ടികളെ കൊല്ലാൻ. നൊന്ത് പെറ്റ വയറിന് പോലും സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലാൻ മടിയില്ലാത്ത കാലമായിരിക്കുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു, എന്താ പറയുക, സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥ. ഈ കുഞ്ഞിനെ പുഴയിലാണ് എറിഞ്ഞത് എന്ന് ഒടുക്കം ഈ അമ്മ സമ്മതിക്കുകയും ഫയർഫോഴ്സും അതേപോലെ റെസ്ക്യൂ ടീമും നാട്ടുകാരും എല്ലാവരും കൂടെ തെരഞ്ഞ് ഈ കുഞ്ഞിനെ കിട്ടി. അപ്പോഴത്തേക്കും കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ കുഞ്ഞിൻ്റെ ബോഡി കിട്ടി. ബോഡി കിട്ടിയിട്ട് ഇത് ഈ ആംബുലൻസിലേക്ക് കയറ്റുന്നൊരു രംഗമുണ്ട്. അത് ആർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു രംഗമൊന്നുമല്ല, അത് ബ്ലറായിട്ടാണ് ആ ന്യൂസിൽ കാണിച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് മനസ്സിലാവും. എന്താണെന്നറിയോ, ആംബുലൻസിൽ ശരിക്കും പേഷ്യൻറ്റിനെ കിടത്താനൊരു ചെറിയൊരു ബെഡ് പോലത്തെ ഒരു സ്ഥലം ഉണ്ടല്ലോ. അത് എന്താ പറയുക, ഡെഡ് ബോഡി ആണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു രോഗീനെ ആണെങ്കിലും അതിന് കിടത്താനൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് അവിടെ ഉണ്ടായിട്ടും ഈ കുഞ്ഞിനെ കിടത്താതെ ആ എന്താ പറയുക, ഈ കുഞ്ഞിനെ പുഴയിൽ നിന്ന് രക്ഷിച്ചെടുത്തുകൊണ്ട് വന്ന ആൾക്കാരുണ്ടല്ലോ, അതിലുള്ള ഒരാളുടെ കയ്യിലാണ് ഈ കുഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവിടെ ആ ആംബുലൻസിലുള്ള സൗകര്യത്തിൽ കിടത്താതെ ആ മരിച്ച കുട്ടീനെ അതിങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കണം. അതാരായാലും ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കരുണേൻ്റെ ഒരംശം പോലും ഈ മാതാവിൻ്റെ മനസ്സിൽ ഇല്ലാണ്ടായി പോയല്ലോ എന്നാലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് പോലും അറിയാതെയായിപ്പോയി. എനിക്ക് ആ കുട്ടീൻ്റെ മുഖം കാണുമ്പോൾ എൻ്റെ ലാമിനെ എനിക്ക് ഓർമ്മ വരുന്നത്. ലാമിൻ്റെ മേത്ത് ഒരു കൊതുക് അടിച്ചാൽ എനിക്ക് സഹിക്കൂല. പലപ്പോഴും ഞാൻ എഴുന്നേറ്റ് വന്നിട്ടും തിരിച്ച് വീണ്ടും പോയി നോക്കും, കൊതുക് അടിക്കുന്നുണ്ടോ. കൊതുക് അടിച്ചാൽ കുട്ടികൾ ചിലപ്പോൾ ഉറങ്ങൂല. അങ്ങനെ നോക്കുന്നതാണ് നമ്മുടെ മക്കളെ. എന്നിട്ട് ഈ ഒരു സ്ത്രീക്ക് എങ്ങനെ തോന്നി ഇത് ചെയ്യാമെന്ന് മനസ്സിലാവുന്നേ ഇല്ല. ആ അംഗൻവാടിയിൽ നിന്ന് അമ്മേൻ്റെ കൈ പിടിച്ചിറങ്ങി പോകുന്ന സമയത്ത് ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവും മരണത്തിലേക്ക് അത് പോകുന്നത് എന്നുള്ളത്. എന്തെല്ലാം മാർഗങ്ങളുണ്ട്. എന്ത് പ്രശ്നത്തിൻ്റെ പേര് പറഞ്ഞാലും ഈ ഒരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞത് ന്യായീകരിക്കാൻ പറ്റുമോ? നമുക്ക് അറിയില്ല അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ ജീവിതത്തിലെ അവസ്ഥകൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. ഇനി ഒരു പക്ഷേ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് കാര്യം അറിയാതെ ആരെയും വിമർശിക്കാനുള്ള അവകാശം അധികാരം ഒന്നുമില്ല. എന്നാൽ പോലും
നമ്മളൊക്കെ മനുഷ്യരല്ലേ, മനസ്സാക്ഷിയുള്ള മനുഷ്യരല്ലേ. ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമ്പോൾ എങ്ങനെയാ ചങ്ക് പൊട്ടി പോകാണ്ടിരിക്കുക? ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. എന്തായാലും ആ കുഞ്ഞു പോയി. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ആ ചെയ്ത സ്ത്രീൻ്റെ ഒരു ഫോട്ടോ പോലും ഒരു ന്യൂസ് ചാനലും പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം, ദിവ്യ ജോണി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നു കളഞ്ഞതും, അതിനുശേഷം ഇപ്പോൾ ഈ ഇടയ്ക്ക് അവർ ആത്മഹത്യ ചെയ്തു. അവർക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു മാനസികാവസ്ഥയായിരുന്നു, ഡിപ്രഷൻ അടിമയായിരുന്നു എന്നൊക്കെ പറഞ്ഞവർക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഈ അമ്മയ്ക്കുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്നാൽ പോലും ഒരു പാവം കുഞ്ഞിൻ്റെ ജീവൻ അതാലോചിക്കുമ്പോൾ എനിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഓരോ ദിവസവും പുലരുമ്പോഴും ഇതേപോലുള്ള ഓരോ വാർത്തകൾ കേട്ട് മനസ്സ് മരവിച്ച് ജീവിക്കുകയാണ് മലയാളികൾ. ഓരോരുത്തർ ഓരോ ആക്സിഡൻറ്റിൽ പെട്ടിട്ടും ഓരോ മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ടും ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ഒരു ദിവസം അധികം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങൾ തേടുന്നു. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ലോകത്താണ് വീണ്ടും വിചാരമില്ലാതെ, മനസ്സാക്ഷിയില്ലാതെ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നതും കൊല്ലുന്നതും. ഇതിന് 2 ദിവസം മുന്നെയാണ് നമ്മൾ വേറൊരു വാർത്ത കേട്ടത്. 4 വയസ്സുള്ളൊരു കുട്ടീനെ സ്വന്തം അമ്മ കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അത് ആ കുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആരും അറിയില്ലായിരുന്നു ഈ അമ്മ തള്ളിയിട്ടതാണ് എന്നുള്ളത്. ആരും അറിയില്ലായിരുന്നു. അത് ആ കുഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നതുകൊണ്ടും അമ്മയാണ് എന്നെ തള്ളിയിട്ടത് എന്ന് പറഞ്ഞതുകൊണ്ടുമാണ് നമ്മൾ അറിഞ്ഞത് ഈ അമ്മയാണ് ഇത് ചെയ്തത് എന്നുള്ളത്. എനിക്കെന്താ നിങ്ങളോട് പറയേണ്ടത് എന്ന് അറിയുന്നില്ല. ആ പാവം കുഞ്ഞെന്താ അറിഞ്ഞിട്ടാ? എന്തായാലും അറിഞ്ഞുകൊണ്ടാണ് ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ കുഞ്ഞിനോട് ഇത് ചെയ്തത് എന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള നടപടി എടുക്കണം. ശിക്ഷ ലഭിക്കുക തന്നെ വേണം. ഇതിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല. എല്ലാവരും രാവിലെ തന്നെ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രാവിലെ തന്നെ ഇത് കേൾക്കുന്ന അന്നത്തെ ദിവസം എന്നല്ല, നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് റിക്കവറായി കിട്ടുക. മനസ്സിൽ ഏത് സമയം കുട്ടീൻ്റെ മുഖം ഇങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു വേദനയായിട്ട് മാറുകയാണ് ആ മുഖം കാണുമ്പോൾ. ആദ്യം ഞാൻ കാണാതായി എന്നുള്ള ന്യൂസാണ് കേട്ടത്. അപ്പോഴും അയ്യോ ഇത്രയും ചെറിയ കുട്ടിയല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നേ എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയായിരുന്നു ഉള്ളിൽ. പിന്നീടാണ് ഓരോ ന്യൂസ് മാറി മാറി കണ്ട സമയത്താണ് എല്ലാം കഴിഞ്ഞു എന്നും കുട്ടി മരിച്ചു എന്നും സ്വന്തം അമ്മയാണ് ഇതൊക്കെ ചെയ്തത് എന്നറിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയേണ്ടത് എന്നറിയുന്നില്ല. ശരിക്കും എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ വേദനിക്കുക. ഈ ഉള്ളിലിങ്ങനെ വിങ്ങൽ പുറത്തേക്ക് വരുമ്പോൾ നമ്മളത് കടിച്ചമർത്തുമ്പോൾ ഉണ്ടാവില്ലേ ഒരു വേദന. അത് എല്ലാവർക്കും അനുഭവമുള്ളതൊരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയുന്നില്ല. എനിക്ക് ഇവിടെയൊക്കെ ഭയങ്കര വേദനയാവുക. അപ്പോൾ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. എനിക്കിതിലെന്താ പറയേണ്ടത് എന്നൊന്നും അറിയുന്നില്ല. ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഞാനും വീഡിയോ ചെയ്യും. അപ്പോൾ ശരി, വീണ്ടും കാണാം എല്ലാവർക്കും.